എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. റോപ്പ് മൈ ഷോയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഡൽഹിയിൽ വന്നിരിക്കുകയാണ്. നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ടാറ്റയുടെ ഏറ്റവും പുതിയ ഹാരിയറിൻ്റെ അൾട്ര എന്ന് പറഞ്ഞൊരു വേരിയൻ്റ് ആണ്. അൾട്ര എന്ന് പറയുന്നത് നിലവിൽ ഏറ്റവും ടോപ്പ് വേരിയൻ്റ് ആയിട്ടുണ്ടായിരുന്നത് അക്കംപ്ലിഷ് പ്ലസ് ആണ്. അതിൻ്റെ മേലിൽ ഒരു അടിപൊളി വേരിയൻ്റ് ആണ് അൾട്ര വന്നിരിക്കുന്നത്. ഒട്ടേറെ പ്രത്യേകതകളുണ്ട്. പക്ഷേ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ടാറ്റ അവരുടെ ഏറ്റവും പുതിയ എഞ്ചിൻ ഹൈപ്പീരിയൻ എന്ന് പറഞ്ഞ എഞ്ചിൻ ഈ വാഹനത്തിനകത്ത് അവതരിപ്പിച്ചിരിക്കുകയാണ്. ഈ വാഹനത്തിൽ മാത്രമല്ല, ഏറ്റവും പുതിയ സഫാരിയിലും അതുപോലെ തന്നെ എല്ലാവരും നോക്കി നിൽക്കുന്ന സിയാറയിലും ഒക്കെ ആ ഒരു എഞ്ചിൻ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരു പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് ആ പെട്രോൾ എഞ്ചിനെ കുറിച്ച് പറഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. കാരണം ബാക്കിയുള്ളത് ഒക്കെ നമുക്ക് കുറച്ച് ഫാൻസി ഫീച്ചേഴ്സും കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളൂ. പക്ഷേ എഞ്ചിനാണ് നമ്മുടെ ഇന്നത്തെ താരം. അപ്പം ഈ ഒരു ഹൈപ്പീരിയൻ എന്ന് പറഞ്ഞ എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1.5 ലിറ്ററിൻ്റെ പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. നമുക്കറിയാം നേരത്തെ ഉണ്ടായിരുന്ന റിവോട്രോൺ എന്ന് പറഞ്ഞ ഒരു എഞ്ചിനാണ് നമുക്ക് ടാറ്റയ്ക്ക് ഉണ്ടായിരുന്നത്, പെട്രോൾ എഞ്ചിൻ വരുന്നത്. അപ്പോൾ അത് പല കാലങ്ങളിൽ റിഫയർമെൻ്റ് ഒക്കെ കഴിഞ്ഞ് നല്ല രീതിയിലുള്ള ഒരു എഞ്ചിനായിട്ട് തന്നെ പല വാഹനങ്ങളിലും അവർ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അതിലും റിലയബിളും അതിലും കൂടുതൽ പെർഫോമൻസ് ഉള്ളതും അതിലും കൂടുതൽ സ്റ്റേബിൾ ആയിട്ടുള്ളൊരു എഞ്ചിൻ അവർക്ക് വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവർ റിസർച്ച് ചെയ്തെടുത്തിരിക്കുന്ന ഒരു അടിപൊളി എഞ്ചിനാണ്. ഹൈപ്പീരിയനെ കുറിച്ച് മെയിനലി പറയുകയാണെങ്കിൽ ഇവർ ഒരു പ്രൂവ് ചെയ്തിരുന്ന രീതി എന്ന് പറയുന്നത് 15 ലക്ഷം കിലോമീറ്ററോളം ഈ ഓൾറെഡി ഇത് റിയൽ ലൈഫിൽ ഈ ഒരു വാഹനം ഓടിക്കുന്നുണ്ട്. അതായത് മറ്റ് പല ടെറൈൻസ് കൂടെ കയറ്റവും ഇറക്കവും മഞ്ഞത്തും മഴയത്തും വെയിലത്തും അതുപോലെ ഡെസേർട്ടിലൊക്കെ ഓടിച്ചിട്ടാണ് ആ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ അവർ പ്രൂവണാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു 1.5 ലിറ്ററിൻ്റെ എഞ്ചിനാണ്. അതുപോലെ തന്നെ ഒരു 4 സിലിണ്ടർ എഞ്ചിനായിട്ടാണ് വരുന്നത്. ഇതിൻ്റെ പവർ ഫിഗേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ 170 PS 280 ടോർക്കുമാണ് ഡെലിവറി ചെയ്യുന്നത്. ഇതാണ് ബേസിക്കലി എഞ്ചിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പം ഇത്രയും പരീക്ഷണങ്ങൾ ചെയ്തിട്ടാണ് ടാറ്റ അത്തരത്തിലൊരു എഞ്ചിനിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. പിന്നെ ബേസിക്കലി ഇതിൻ്റെ മൈലേജും വലിയൊരു ഘടകമാണ്. കാരണം നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ മൈലേജ് ആക്ച്വലി ടെസ്റ്റ് ചെയ്ത് പറഞ്ഞിട്ടില്ല. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ ഇതിൻ്റെ പോസ്റ്റേഴ്സ് കണ്ടിട്ടുണ്ടായിരിക്കും. നാട്രാക്സ് എന്ന് പറയുന്ന നമ്മുടെ ട്രാക്കിൽ ഈ ഒരു വാഹനം സിയറയും ഈ ഒരു വാഹനം ഒക്കെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കിയായിരുന്നു. ആ സമയത്ത് സിയറയ്ക്ക് 29.9 കിലോമീറ്റേഴ്സ് ഒരു മൈലേജ് കിട്ടിയെന്നാണ് പറയുന്നത്. അത് ലൈക്ക് ടെസ്റ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻസിലാണ് കേട്ടോ. നമുക്ക് റിയൽ ലൈഫിൽ കിട്ടിയെന്നല്ല പറയുന്നത്. ആ ട്രാക്കിൽ വിദഗ്ധരായിട്ടുള്ള ആൾക്കാർ ഓടിച്ചപ്പോൾ 29.9 വരെ മൈലേജ് കിട്ടിയെന്നാണ്. സഫാരി ഓടിക്കുന്ന സമയത്തും അല്ലെങ്കിൽ ഈ വാഹനം ഓടിക്കുന്ന സമയത്തും ശരാശരി ഏകദേശം ഒരു 24-25 കിലോമീറ്റർ മൈലേജ് നാട്രാക്സിൽ കിട്ടുകയുണ്ടായി. അപ്പം ടാറ്റയുടെ ഈ ഒരു പുതിയ എഞ്ചിൻ എന്ന് പറയുന്ന മൈലേജിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്ന ഒരു എഞ്ചിനും കൂടെയാണ് എന്ന് നമുക്ക് നിസ്സംശയം എടുത്ത് പറയാം. അപ്പം ഈ ഒരു വാഹനത്തിൻ്റെ ടെസ്റ്റ് ഡ്രൈവുകളാണ് നമ്മൾ പൊതുവായിട്ട് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് ഇതിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വാഹനം ഒന്ന് റോഡിൽ ഓടിച്ചു കൊടുക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു ടോട്ടൽ റെസ്പോൺസ് എങ്ങനെയുണ്ട്, ആക്സലറേഷൻ എങ്ങനെയുണ്ട്, അതുപോലെ അതിൻ്റെ ഫീഡ്ബാക്ക്, എഞ്ചിൻ്റെ നോയ്സ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നതായിരിക്കും. അപ്പം വീണ്ടും ഈ ഒരു വാഹനത്തിൻ്റെ വേരിയൻറ്റിലേക്ക് വരാം. അപ്പോൾ ഇതൊരു ടോപ്പ് എൻഡ് വേരിയൻ്റ് ആയിട്ടാണ്, അറ്റ്മോസ്റ്റ് ടോപ്പ് ഏറ്റവും മുകളിലുള്ള വേരിയൻ്റ് ആയിട്ടാണ് അൾട്ര വന്നിരിക്കുന്നത്. അപ്പോൾ അൾട്രയിലേക്ക് വരുന്ന സമയത്തേക്ക് നമ്മുടെ കൂടെ കിടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി ക്രിംസൺ എന്ന് പറഞ്ഞൊരു കളറാണ് ഈ വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. അടിപൊളി ഒരു എന്താ പറയുന്നത്, ഒരു റെഡ് കളറാണെന്ന് ചോദിച്ചാൽ റെഡ് അല്ല, ഒരു പേർപ്പിൾ ആണെന്ന് ചോദിച്ചാൽ പേർപ്പിൾ അല്ല, ഒരു വൈൻ റെഡ് കളർ എന്നൊക്കെ പറയില്ലേ. അപ്പം അങ്ങനെ ഇവർ ക്രിംസൺ കളർ എന്നാണ് അതിന് പറയുന്നത്. അപ്പം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ് ഈ ഒരു വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇതുകൂടാതെ നമുക്കൊരു ഡാർക്ക് എഡിഷനിൽ കിട്ടും. അങ്ങനെ 2 വേരിയൻസിൽ മാത്രം, അല്ലെങ്കിൽ കളർ വേരിയൻസിൽ മാത്രമേ നമുക്ക് അൾട്ര നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പം എഞ്ചിൻ്റെ കാര്യങ്ങൾ നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഇതിന് ഉപരിയായിട്ട് ഇനിയിപ്പോൾ വാഹനത്തിൽ എന്തൊക്കെ മാറ്റങ്ങളുണ്ടെന്ന് നോക്കാം. വേറെ ഡയമെൻഷൻസിലെ കാര്യങ്ങളൊന്നും മാറ്റമില്ല. കുറച്ച് ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് സെഗ്മെൻറ്റ് ഫസ്റ്റ് ആയിട്ട് വരുന്ന കുറച്ച് ഫീച്ചേഴ്സൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. നിലവിൽ ടോപ്പ് ആൻഡ് അക്കംപ്ലിഷ് പ്ലസിന് ഉണ്ടായിരുന്നതിനേക്കാളും കുറച്ച് നല്ല ഫീച്ചേഴ്സാണ്. അപ്പോൾ അത് അധികം കാര്യങ്ങളില്ല, കുറച്ചേ ഉള്ളൂ. പക്ഷേ അത് വളരെ ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം നമ്മൾ ഫ്രണ്ടിൽ നിന്ന് പറഞ്ഞു തരുവാണെങ്കിൽ ഈ വാഹനത്തിനകത്ത് ലെവൽ 2 അഡാസ് ആണ് വരുന്നത്. 22ഓളം ഫീച്ചേഴ്സ് അഡാസ് ഇതിനകത്ത് വരുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ, അതുപോലെ തന്നെ എമർജൻസി ബ്രേക്കിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്തും കുറച്ച് ഫീച്ചേഴ്സ് എക്സ്ട്രാ വന്നിട്ടുണ്ട്. അത് അകത്ത് കയറുന്ന സമയത്ത് പറയാം. പിന്നെ ഏറ്റവും മെയിനായിട്ട് വന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ ഒരു ലോഗോ, ആ ലോഗോയ്ക്ക് താഴെ ഇവിടെ ഒരു ക്യാമറ യൂണിറ്റ് നിങ്ങൾക്ക് ഓൾറെഡി 360 ഡിഗ്രിയുടെ ക്യാമറ ഓൾറെഡി വാഹനത്തിനകത്ത് ഉള്ളതാണല്ലോ. പക്ഷേ ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്യാമറ നമുക്ക് ചെളിയൊക്കെ പിടിക്കുമ്പോൾ അതൊന്ന് വാഷ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു വാഷർ യൂണിറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് വാഹനത്തിനകത്ത് ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ക്യാമറ നമുക്ക് വാഷ് ചെയ്തെടുക്കാനുള്ള ഒരു സംവിധാനം കൊടുത്തിട്ടുണ്ട്. അതാണ് ഫ്രണ്ടിൽ നിന്ന് കാര്യമായിട്ടുള്ളൊരു മാറ്റം എന്ന് പറയുന്നത്. അപ്പോൾ സൈഡിലേക്ക് വരുമ്പം കാര്യമായിട്ട് ഒരു മാറ്റം ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, ഡയമെൻഷനൊക്കെ സെയിം തന്നെയാണ്. 4600 മില്ലിമീറ്റർ ആ ഒരു ലെങ്ത് തന്നെയാണ് വാഹനത്തിന് വരുന്നത്. പിന്നെ നമ്മൾ ടയർ സൈസിലേക്ക് വരുന്ന സമയത്തും ലൈക്ക് ഇതിലേക്ക് വരുന്ന സമയത്ത് 18 ഇഞ്ചാണ് ഈ അൾട്ര എന്ന് പറഞ്ഞ ഒരു വേരിയൻറ്റിന് ടയർ സൈസായിട്ട് കൊടുത്തിരിക്കുന്നത്. ഒരു അടിപൊളി അലോയ് വീൽസും കാര്യങ്ങളൊക്കെ വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഡോർസിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഹാരിയറിൻ്റെ ഒരു മാസ്കറ്റ് അവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും.
മിറേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മിറേഴ്സിന് ഒരു പ്രത്യേകതയുണ്ട്, മെമ്മറി ഫംഗ്ഷനുള്ള മിററാണ് കേട്ടോ. അതെന്താണെന്ന് ഞാൻ അകത്ത് കയറുന്ന സമയത്തേക്ക് നിങ്ങളെ കാണിച്ചു തരാം എന്താണെന്നുള്ളത്. മെമ്മറി ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെയുള്ള ഒരു മിററാണ്, അത് മനസ്സിൽ വെച്ചോ എന്താണെങ്കിലും. സൈഡിലേക്ക് വരുമ്പോൾ വേറെ മാറ്റങ്ങളൊന്നും ഇല്ല. ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ നമുക്ക് ഡിസ്ക് ബ്രേക്കുകൾ നമുക്ക് കാണാൻ പറ്റും. ടോപ്പ് എൻഡ് വേരിയൻറ്റിന് വരുന്ന എല്ലാ ഫീച്ചേഴ്സും വാഹനത്തിനകത്ത് പ്രധാനമായിട്ടും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ സൈഡ് ഇത്രയേ ഉള്ളൂ. നമുക്കിനി ബാക്കിലേക്ക് വരാം. ബാക്കിലേക്ക് വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കാര്യമായിട്ട് വ്യത്യാസങ്ങളൊന്നും ഇല്ല. ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഷാർഫിനാനെ ഉണ്ട് കേട്ടോ. അതല്ല വ്യത്യാസം എന്ന് പറയുന്നത്, ഷാർഫിനാനേക്കകത്ത് ഒരു ക്യാമറ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരത്തെ വരുവാണെന്നുണ്ടെങ്കിൽ ഹാരിയറിൻ്റെ EV-ക്കകത്ത് അങ്ങനെ ഒരു ക്യാമറ കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അകത്തേക്ക് കയറുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ, എന്നാലും നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. ബാക്കിൽ വേറെ പാരാമീറ്റേഴ്സിനൊന്നും യാതൊരു വ്യത്യാസമില്ല. നമ്മുടെ നിലവിലുണ്ടായിരുന്ന ഹാരിയറിൻ്റെ ടോപ്പ് എൻഡ് എങ്ങനെ ഇരിക്കുന്നു അത് തന്നെയാണ് ഇതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. പിന്നെ അകത്ത് വരുമ്പോഴാണ് ഇതിൻ്റെ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിനകത്തേക്ക് വരുമ്പോൾ അതിൻ്റെ ഇൻറ്റീരിയർ തീം ഒന്ന് നോക്കിക്കേ. ഒരു രക്ഷയില്ലാത്ത ഇൻറ്റീരിയർ തീമാണ് കൊടുത്തിരിക്കുന്നത്. ഓയിസ്റ്റർ വൈറ്റ് എന്ന് പറയുന്ന ഒരു കളറിലാണ് ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ വന്നിരിക്കുന്നത്. ഓയിസ്റ്റർ വൈറ്റും പിന്നെ ഒരു ബ്രൗൺ കളറുമാണ് വന്നിരിക്കുന്നത്. ബ്രൗൺ എന്ന് പറയുമ്പോൾ പല ഭാഗങ്ങളിലൊക്കെ ആ ഒരു ബ്രൗൺ എലമെൻറ്റ്സ് ഉണ്ട്. അത് ലൈക്ക് അകത്തുനിന്ന് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ നിങ്ങൾക്ക് വിസിബിളായിട്ട് കാണാനായിട്ട് പറ്റും. കാരണം ഈ ആ ഒരു ഏരിയയിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ബ്രൗൺ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ, അതൊക്കെ ബ്രൗൺ ഏരിയയാണ്. അതുപോലെ ഡാഷ്ബോർഡ് ഏരിയ ഒക്കെ ബ്രൗൺ ആയിട്ടാണ് വരുന്നത്. അതുപോലെ ഈ ഒരു വശമൊക്കെ നോക്കുകയാണെങ്കിൽ അവിടെ ഒരു ബ്രൗൺ ഏരിയ നമുക്കിവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഒരു ഇൻറ്റീരിയറിൻ്റെ ഒരു ഫിനിഷായിട്ട് വരുന്നത്. അപ്പോൾ സീറ്റ്സിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ സീറ്റ്സിൻ്റെ പ്രത്യേകത പറയാം. ഇത് നമുക്ക് 4-way അഡ്ജസ്റ്റബിൾ ആയിട്ട് വരുന്ന സീറ്റുകളാണ്. മെമ്മറി ഫംഗ്ഷൻ ഉണ്ട്, ഇതുണ്ടോ M123 എന്ന് പറയുന്നത്. ഇതുകൊണ്ട് കുറച്ച് വേറെ പരിപാടികളും കൂടെ ഉണ്ട്, അത് ഞാൻ നേരത്തെ പറഞ്ഞുതരാം. അതുപോലെ നമുക്ക് ഫ്രണ്ടിലെ 2 സീറ്റുകളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെൻറ്റിലേറ്റഡ് ആയിട്ട് വരുന്ന സീറ്റുകളാണ് ഈ വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ അല്ലാതെ നമ്മൾ ഈ സ്റ്റിയറിംഗിലേക്കൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നും ഈ വാഹനത്തിനകത്ത് ഇല്ല. പക്ഷേ ഇതിനകത്ത് മെയിൻ വ്യത്യാസം എന്ന് പറയുന്നത് ഈ ഒരു സ്ക്രീനാണ്. 14.5 ഇഞ്ച് വലിപ്പമുള്ള ഒരു അടിപൊളി വലിയ സ്ക്രീനാണ് കേട്ടോ ഈ വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് ഭയങ്കര ടെക്നോളജി ആണ്. എന്നെ ഏറ്റവും ഇഷ്ടപ്പെടുത്തിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സ്ക്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാംസങ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. QLED ആണ് വരുന്നത്. വേൾഡിലെ വൺ ഓഫ് ദ ബെസ്റ്റ് സ്ക്രീൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്ക്രീനാണ് ഇത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ അവിടെ കാണുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു റെസൊല്യൂഷൻ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ. അപ്പം ഇതിൻ്റെ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ പവർ ചെയ്തിരിക്കുന്ന ഹർമാനാണ്. അതുപോലെ സ്പീക്കേഴ്സിലേക്ക് വരുവാണെങ്കിൽ 10 സ്പീക്കേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തീർന്നില്ല കേട്ടോ. ഇതിനകത്ത് ഇത് കണ്ടോ, നമ്മൾ മെനു എടുത്ത് നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡോൾബി ഡെമോ ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് ഡോൾബി ഉണ്ട് ഈ ഒരു വാഹനത്തിനകത്ത്. ഡോൾബി എന്ന് പറയുന്നത് നമുക്കൊരു തിയേറ്ററിക് എഫക്റ്റ് നമുക്ക് കിട്ടും കണ്ടോ. സ്ക്രീനിൻ്റെ ഒരു ക്വാളിറ്റി കണ്ടോ, എന്ത് രസമല്ലേ, ഭയങ്കര ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നില്ലേ നമുക്ക്. ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി എന്ന് പറഞ്ഞൊരു അസാധ്യ ഒരു സൗണ്ട് ക്വാളിറ്റിയാണ് ഈ വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ കൊണ്ട് കൂടുതൽ കാണിക്കാൻ പറ്റുന്നില്ല, പക്ഷേ നിങ്ങളിത് എക്സ്പീരിയൻസ് ഉണ്ട്. ഒരു വണ്ടിയെല്ലാം വൈബ്രേറ്റ് ചെയ്യും, അതുപോലത്തെ ഒരു ലൈക്ക് ഒരു ഫീലാണ്. ഈ തിയേറ്ററിനകത്ത് എങ്ങനെ ബാസ് ബൂസ്റ്റ് ചെയ്യുമ്പോൾ അത് തന്നെയാണ് നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ. പിന്നെ ഒരുപാട് ഫീച്ചേഴ്സ് ഈ വാഹനത്തിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതിനകത്ത് മാപ്പൊക്കെ ഓട്ടോമാറ്റിക്കലി കണക്റ്റഡ്. അതായത് നമുക്കിപ്പോൾ ഓൾറെഡി ഫോൺ നമുക്ക് പെയർ ചെയ്യാൻ പറ്റും. ആൻഡ്രോയിഡ് ആണെങ്കിലും ആപ്പിൾ കാർപ്ലേ ആണെങ്കിലും കൊടുക്കാം. പക്ഷേ ഇതിനകത്ത് ഇൻബിൽറ്റ് ആയിട്ടുള്ള ഒരു നാവിഗേഷനകത്തുണ്ട്. അപ്പം ഓഫ്ലൈൻ ആയിട്ടാണെങ്കിലും അത് വർക്ക് ചെയ്തോളൂ എന്നുള്ളതാണ് പ്രത്യേകത. പിന്നെ ആമസോണിൻ്റെ അലക്സ അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. പിന്നെ ആർക്കേഡിൻ്റെ ആപ്പ് സ്റ്റോർ ഈ വാഹനത്തിനകത്ത് പ്രധാനമായിട്ട് വരുന്നുണ്ട്. JBLൻ്റെ സൗണ്ട് മോഡുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ മൂഡ് ലൈറ്റുകളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ നമുക്ക് ക്യാമറ 360 ഡിഗ്രി ക്യാമറയുടെ വ്യൂസും കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ഭയങ്കര യൂട്ടിലിറ്റിക്ക് ഭയങ്കര പ്രത്യേകതയുള്ള ഒരു സ്ക്രീനും സംവിധാനങ്ങളൊക്കെയാണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് സ്റ്റിയറിംഗിലേക്കൊക്കെ വരുവാണെങ്കിൽ ഒരു കാര്യമായിട്ടുള്ള ഒരു മാറ്റമില്ല. നമുക്കറിയാമല്ലോ, നമുക്ക് ലിമിറ്റഡ് ലോഗോ വരുന്ന സ്റ്റിയറിംഗ് ആണ്. പിന്നെ ഇതിനകത്ത് നമുക്ക് ഈ ഒരു വശത്തേക്ക് വരുമ്പോൾ ക്രൂസ് കൺട്രോളിൻ്റെ കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. ക്രൂസ് കൺട്രോളിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം പറയാം. ഈ ഒരു വാഹനത്തിനകത്ത് പാഡിൽ ഷിഫ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് നമുക്ക് 2 ഗിയർ ഓപ്ഷൻസ് ആണ് ഉള്ളത്. ഈ എഞ്ചിൻ, അതായത് നമ്മുടെ ഈ ഹൈപ്പീരിയൻ എന്ന് പറയുന്ന എഞ്ചിന് ഒരു 6 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ ഒരു 6 സ്പീഡ് ഓട്ടോമാറ്റിക് ഏതെങ്കിലും ട്രാൻസ്മിഷനായിട്ട് നമുക്ക് മേറ്റ് ചെയ്യാം. നമ്മുടെ ഇവിടെ ഉള്ളത് നമുക്കൊരു 6 സ്പീഡ് 80 ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 6 സ്പീഡ് 80 ഉള്ളത് കൊണ്ട് തന്നെ ഈ വാഹനത്തിനകത്ത് ഒരു പാഡിൽ ഷിഫ്റ്റർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു സേഫ്റ്റി ഫീച്ചർ എന്ന നിലയിൽ നമ്മൾ ക്രൂസ് കൺട്രോൾ ഉപയോഗിക്കുന്ന സമയത്ത് ഇത് ഡിസേബിൾ ആയി പോകും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ക്രൂസ് കൺട്രോൾ ഇപ്പോൾ നമ്മൾ ഓൺ ആക്കിയിടുവാണെങ്കിൽ നമുക്ക് ഇതവിടെ സ്ക്രീനിൽ നമുക്ക് ആ ഒരു ക്രൂസ് കൺട്രോൾ നമുക്ക് ആ ഒരു ലോഗോ കാണാൻ നമുക്ക് സാധിക്കും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ പാഡിൽ ഷിഫ്റ്റർ വർക്ക് ആകത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് ബഗ് ആണെന്നൊക്കെ പറഞ്ഞ് ആരും പരാതി പറയരുത്. ഒരു ടാറ്റ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട്, സേഫ്റ്റിയുടെ ഫീച്ചർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സംഭവം അവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് നമുക്ക് പറഞ്ഞില്ലേ 22 ഫീച്ചേഴ്സ്, അഡാസിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതിനകത്ത് എമർജൻസി ബ്രേക്കിങ് കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം എമർജൻസി ബ്രേക്കിംഗ് വർക്ക് ആണെന്നുണ്ടെങ്കിൽ ക്രൂസ് കൺട്രോൾ നമ്മൾ ലൈക്ക് വർക്ക് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എമർജൻസി ബ്രേക്കിംഗ് ഓൺ ആയിരിക്കണം. അതും ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരു ഫീച്ചറാണ്. അപ്പം ഇതൊന്നും വർക്ക് ആകുന്നില്ല എന്നുള്ള പരാതി വേണ്ട. ഇങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് സ്റ്റിയറിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. വേറെ കൂടുതലായിട്ടൊന്നും ഇല്ല എനിക്ക് സൂചിപ്പിക്കാനുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാൻ നേരത്തെ പുറത്ത് വെച്ചൊരു കാര്യം പറഞ്ഞു, മെമ്മറി ഫംഗ്ഷനുള്ള മിറർ എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. മെമ്മറി ഫംഗ്ഷനുള്ള മിറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമുക്ക് ഇവിടെ നമുക്ക് ഈ സീറ്റിൻ്റെ സൈഡിലുള്ള മെമ്മറിയുടെ ബട്ടൺ ഇല്ലേ, ആ മെമ്മറിയുടെ ബട്ടൺ പ്രസ് ചെയ്ത് നമുക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ മിററിൻ്റെ പൊസിഷൻ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. എന്നിട്ട് അത് സേവ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മൾ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് നമ്മൾ എല്ലാ ദിവസവും പാർക്കിങ്ങിൽ നമ്മുടെ വീട്ടിലേക്ക് കയറുന്ന ഒരു സ്ഥലത്ത് റിവേഴ്സ് നമ്മൾ കണ്ണാടി നമുക്ക് താഴെ കിടക്കുന്ന എന്താണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ ഒരു മെമ്മറി ഫംഗ്ഷൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് റിവേഴ്സിലേക്ക് ഇടുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ആ മിറർ താഴോട്ട് അല്ലെങ്കിൽ ആ നമ്മൾ കൊടുത്തിരിക്കുന്ന പൊസിഷനിലേക്ക് വരും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അത് കാണിച്ചു തരാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷേ അത് കാണിക്കുമ്പോൾ കുറച്ചുകൂടെ വീഡിയോയുടെ ലെങ്ത് കൂടി പോകുന്നുള്ളതുകൊണ്ടാണ് ഞാനത് ഡെമോൺസ്ട്രേറ്റ് ഞാൻ ചെയ്യാത്തത്. ഞാൻ റീലായിട്ട് ഞാനത് സെപ്പറേറ്റ് ആയിട്ട് ചെയ്തു തരാം. ഇനി അടുത്തതായിട്ട് ഞാൻ നേരത്തെ ഷാർഫിന്നാനെ കാണിച്ച സമയത്ത് ഞാനൊരു കാര്യം പറഞ്ഞായിരുന്നു, നിങ്ങൾ അകത്തോട്ട് വരുമ്പോൾ ഒരു കാര്യം കാണിക്കുന്നുണ്ട്, അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഷാർഫിന്നാനിലുള്ള ക്യാമറയാണ് വർക്ക് ചെയ്യുന്നത്. അതായത് പുറകുവശം കംപ്ലീറ്റ് നമുക്ക് കാണാൻ പറ്റും. സാധാരണ ഈ IRBM എന്ന് പറയുന്ന സാധനം എന്ന് പറയുന്നത് എപ്പോഴും ഒരു കണ്ണാടിയായിരിക്കും. പക്ഷേ ഇതിൻ്റെ കേസിലേക്ക് വരുന്ന സമയത്ത് ഒരു ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്, റെക്കോർഡിംഗ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് കേട്ടോ. അതായത് നമുക്ക് ഇന്റേണലി നമുക്ക് ഈ ക്യാമറ നമുക്ക് ഡിസ്പ്ലേ റെക്കോർഡ് ചെയ്യും. അപ്പോൾ ബാക്കിൽ മാത്രമല്ല ഫ്രണ്ടിൽ ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു ക്യാമറയുണ്ട്. അത് ഞാൻ നിങ്ങളെ നേരത്തെ കാണിച്ചില്ല, ഞാനൊരു B-roll ഇടാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം അത് നമുക്ക് അതിൻ്റെ ഒരു വ്യൂ ആണെങ്കിൽ നമുക്ക് ടോഗിൾ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഇപ്പോൾ ഫ്രണ്ട് വശത്തെ ക്യാമറയാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ. ഇപ്പം നമുക്ക് ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുണ്ട്, ഈ എഴുത്തല്ല ഇതിന് തൊട്ട് താഴെ കേട്ടോ ഇതിൻ്റെ സ്വിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ വ്യൂ മാറുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഇപ്പം ഫ്രണ്ടും ബാക്ക് ഇത് രണ്ട് വ്യൂവും നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പറ്റും. അപ്പോൾ അങ്ങനെ കുറച്ച് സെറ്റിങ്സ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് സൂം ചെയ്ത് കാണണമെന്നുണ്ടെങ്കിൽ ഒരു ഓപ്ഷൻ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. രണ്ട് സൂം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ താഴെ കണ്ടോ, ഇത് കണ്ടോ, അങ്ങനെ നമുക്ക് 2 ലെവലിൽ നമുക്ക് സൂം ചെയ്യാൻ നമുക്ക് സാധിക്കും. അതുപോലുള്ള കുറച്ച് ഫംഗ്ഷൻസ് എല്ലാം നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് 64 GB മെമ്മറി കാർഡ് ഇന്റർണലി വരുന്നുണ്ട്. അപ്പം അത് ലൂപ്പ് റെക്കോർഡിംഗ് ആണ് അതിനകത്ത് സംഭവിക്കുന്നത് പറഞ്ഞത്. അപ്പം നമ്മുടെ വാഹനം എപ്പോഴും ഫ്രണ്ടും ബാക്കും റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുന്നുള്ളത് വേറൊരു അഡ്വാൻറ്റേജ് ആണ്. 64 GB കാർഡാണ്, നമുക്കത് 128 GB വരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇത് ഒക്കെ ഉള്ളത് ഒരു പുതിയൊരു ഫീച്ചറായിട്ടാണ് വന്നിരിക്കുന്നത്. അത് അടിപൊളി ഒരു സംവിധാനമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തു. അപ്പം ഇതിനൊക്കെ പുറമെ വേറെ വലിയ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നുമില്ല. നമ്മൾ പിന്നെ AC-യുടെ വെന്റുകളും കാര്യങ്ങളാണ്. താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഫിജിറ്റലായിട്ടുള്ള സ്വിച്ചസും കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഓൾറെഡി ഉള്ള സാധനങ്ങളാണ്, അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയുന്നില്ല. പിന്നെ താഴോട്ട് വരികയാണെങ്കിൽ ചാർജിങ് യൂണിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് 65 വാട്ടിൻ്റെ ഒരു ചാർജർ ഉണ്ട്. ഈവൻ ലാപ്ടോപ്പ് വരെ നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് പറ്റും. അതിൽ USB ഇൻപുട്ട് ഉണ്ട്, വൈഫൈയുടെ ചാർജേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു JLR ഇൻസ്പയർഡ് ആയിട്ട് വരുന്ന റോട്ടർ ഡയൽ ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുള്ളതാണ്. അതിനകത്ത് നമുക്ക് പല ടെറൈൻ മോഡ്സും കാര്യങ്ങളൊക്കെയാണ്, വെറ്റ് ഡ്രൈ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് കാണുന്നത്. 3 ഡ്രൈവ് മോഡ്സ് ഉണ്ട്. സ്പോർട്സ് എന്ന് പറഞ്ഞൊരു മോഡ് ഉണ്ട്, അതുപോലെ ഇക്കോ, അതുപോലെ സിറ്റി, ഇങ്ങനെ മോഡ്സ് എല്ലാം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രിയെക്കുറിച്ച് ഞാൻ പ്രത്യേകമായിട്ട് പ്രതിപാദിച്ചില്ല, കാരണം അതൊരു പുതിയ ഫീച്ചറല്ല. ഇപ്പോൾ എല്ലാ വാഹനങ്ങളും ഉള്ളതുകൊണ്ടാണ് കേട്ടോ അതിനെക്കുറിച്ച് പറയാത്തത്. അപ്പം അതുപോലെ തന്നെ നമുക്കിവിടെ ഹിൽ ഡിസൈൻ കൺട്രോളും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഭംഗിയുള്ള ഒരു ഷിഫ്റ്റർ നമുക്കിവിടെ കാണാൻ പറ്റും. ഇത് 6 സ്പീഡ് ലൈക്ക് 80 ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. പിന്നെ നമുക്ക് ഓട്ടോ ഹോൾഡ്, അതുപോലെ ഇലക്ട്രിക് പാർക്ക് ബ്രേക്കാണ് വരുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയതായിട്ട് വന്നിരിക്കുന്ന പറഞ്ഞാൽ ഒരു സ്ലൈഡിംഗ് ആയിട്ട് വരുന്ന ഒരു ആംബ്രസ്റ്റ് ഈ വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സുഖകരമായിട്ട് കൈയൊക്കെ വെച്ച് നമുക്ക് പോകാൻ പറ്റും. പിന്നെ സേഫ്റ്റിയുടെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു, അഡാസിൽ നമുക്ക് 22 ലെവലുണ്ട്. 10ഓളം എയർ ബാഗുകൾ വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ABS, EBD, സ്റ്റെബിലിറ്റി കൺട്രോൾ, ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ, ISO ഫിക്സ്, ചൈൽഡ് സീറ്റ് ഒക്കെ ഉണ്ട്. പിന്നെ ഇതൊരു പരീക്ഷയിൽ ഈ ഒരു വാഹനം നമുക്ക് 5 സ്റ്റാർ സേഫ്റ്റി തന്നെ നൽകിയിരിക്കുകയാണ്. അതായത് നമുക്ക് ഭാരത് എൻഗ്യാപ്പിൽ ഈ വാഹനത്തിന് 5 സ്റ്റാർ സേഫ്റ്റി കിട്ടിയിട്ടുണ്ട്. അപ്പം ടാറ്റയുടെ എല്ലാ വാഹനങ്ങളും തന്നെ 5 സ്റ്റാർ സേഫ്റ്റിക്ക് വേണ്ടിയാണ് അവർ മത്സരിക്കുന്നത്. 5 സ്റ്റാർ സേഫ്റ്റി കരസ്ഥമാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ പ്രീമിയം ആയിട്ടുള്ള സേഫ്റ്റി ആയിട്ടുള്ളൊരു വാഹനമാണ് നമ്മുടെ ടാറ്റയുടെ ഹൈലർ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ അതുകൊണ്ട് തീർന്നില്ല, കുറച്ച് കാര്യമായിട്ട് പറയാനുണ്ട്. ഈ ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു വുഡ് ഫിനിഷിലാണ് ഈ ഡാഷ്ബോർഡ് വരുന്നത്. നേരത്തെ പറഞ്ഞാൽ ആ ഒരു ചോക്ലേറ്റ് ബ്രൗൺ കളേഴ്സ് ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്കിവിടെ ഒരു ഗ്ലൗ ബോക്സും കാര്യങ്ങളൊക്കെ വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബേസിക്കലി ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ഈ ഒരു ഫ്രണ്ട് ഭാഗത്തെക്കുറിച്ചും അല്ലെങ്കിൽ പുതിയൊരു അൾട്രാ വേരിയൻറ്റിൽ വന്ന വ്യത്യാസങ്ങളെക്കുറിച്ചും പറയാനുള്ളത്. അപ്പോൾ ഹാരിയറിൻ്റെ സെക്കൻഡ് റോയിലാണ് ഇരിക്കുന്നത്. കാര്യമായിട്ടൊന്നും പറയാനില്ല, എന്നാലും വണ്ടിയുടെ പുറകെ കാണിക്കാതെ പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പം വീതിയുള്ള സീറ്റുകളൊക്കെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സീറ്റ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു ഓൾറെഡി. ശരിക്കും ഇത് ബെനക്കെ കാലിക്കോ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഇതിൻ്റെ ഒരു സീറ്റ്സ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്, അപ്പോൾസ്റ്ററിയും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞത് കേട്ടോ, നമുക്ക് യാത്ര ചെയ്യുന്ന സമയത്ത്, ദീർഘദൂര യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്കിരുന്ന് ഉറങ്ങുമ്പോൾ തല അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതിരിക്കാനുള്ള ആ ഒരു ഹെഡ് റെസ്റ്റും കാര്യങ്ങളും അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊരു അടിപൊളി ഒരു ഫീച്ചറായിട്ട് തോന്നി. കാരണം എപ്പോഴും നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ കഴുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാറുണ്ട്, പക്ഷേ ഇത് അതിനകത്ത് കറക്റ്റായിട്ട് ഇരുന്നോളും. അപ്പം നമുക്ക് ധൈര്യമായിട്ട് നമുക്കൊരു ചാരി ഇരുന്ന് ഉറങ്ങാനൊക്കെ നമുക്ക് സാധിക്കും. പിന്നെ നമുക്ക് പുറയിലുള്ളവർക്കും ഇതുപോലെ നമുക്ക് ഫോണൊക്കെ ചാർജ് ചെയ്യാൻ 60 വാട്ട്സിൻ്റെ ഒരു ചാർജിങ് യൂണിറ്റ് ഉണ്ട്. 2 എണ്ണമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അത് ലാപ്ടോപ്പിലാണെങ്കിലും നമുക്കത് കുത്തി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്.
പിന്നെ ഇതിനകത്ത് ഒരു പാൻഡമിക് ആയിട്ട് വരുന്ന ഒരു സൺറൂഫ് ഉണ്ട്. ഇതൊക്കെ ഓപ്പൺ ആക്കി കാണിക്കുന്നില്ല, കാരണം ഇതൊക്കെ നിങ്ങളൊക്കെ എല്ലാ വീഡിയോസിലും കാണുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. ഇനി ഞാൻ ഈ വാഹനം ഒന്ന് ഓടിക്കാൻ പറ്റില്ല, എനിക്ക് അതാണ് ഇനി അറിയേണ്ടത്, എങ്ങനെയുണ്ട് സംഭവം എന്നുള്ളത്. നമുക്കൊന്ന് ഓടിച്ചിട്ട് വരാം. അപ്പോൾ നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ ഡ്രൈവിലേക്ക് പോവാണ്. ഇതാ ഈ ഒരു റൈറ്റ് സൈഡ് ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ തന്നെ നമുക്ക് അവിടെ ആ ഒരു ക്യാമറ, അതായത് നമുക്ക് ഈ ഒരു മിററിനടിയിലുള്ള ക്യാമറ 360 ഡിഗ്രിയുടെ ഒരു ക്യാമറ ഓണായിട്ട് നമുക്ക് ബ്ലൈൻഡ് സ്പോട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഈ ക്യാമറയിലാണെങ്കിലും ആ ഒരു ബ്ലൈൻഡ് സ്പോട്ട് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. പ്രത്യേകിച്ച് ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ്റെ ഒരു ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ട് നോക്കാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കൊരു ഓപ്പൺ റോഡ് കിട്ടിയാലേ നമുക്ക് ഇതിൻ്റെ ഒരു സ്പീഡുകളും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാനായിട്ട് പറ്റുള്ളൂ. ഈ ഒരു എഞ്ചിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇത് നാട്രാക്സിൻ്റെ ട്രാക്കിൽ ഈ വാഹനത്തിൻ്റെ ടോപ്പ് സ്പീഡ് നോക്കിയപ്പോൾ 220 വരെയാണ് ഇതിൻ്റെ ടോപ്പ് സ്പീഡ് കിട്ടിയത്, അതായത് സീറോയ്ക്കാണ് കിട്ടിയത്. അപ്പം അതേ എഞ്ചിൻ തന്നെയാണ് ഈ വാഹനത്തിനകത്ത് ഇരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ നല്ലൊരു അടിപൊളി ഒരു ഏരിയ ആണ് കേട്ടോ. ഒരു കാടിൻ്റെ ഒരു ഫീൽഡിൻ്റെ നടുക്കൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഗിയർ ബോക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 6 സ്പീഡ് 80 ആണ്. അത്യാവശ്യം നല്ല പെർഫോമിംഗ് ആയിട്ടുള്ള ഒരു ഗിയർ ബോക്സ് തന്നെയാണ്. നമ്മൾ കാലുവെക്ക് കൊടുക്കുന്ന സമയത്ത് കണ്ടോ, വണ്ടി നല്ല രീതിയിലാണ് വണ്ടി പെർഫോം ചെയ്യുന്നത്. വളരെ പെട്ടെന്ന് തന്നെയാണ് സ്പീഡ് അറ്റൈൻ ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. കൊള്ളാം, നല്ല രീതിയിലുള്ള ഒരു NVH ലെവൽസ് ഒക്കെ ഉണ്ട്. പ്രത്യേകിച്ച് വാഹനത്തിൻ്റെ പുറത്തുള്ള സൗണ്ടുകളൊന്നും വാഹനത്തിൻ്റെ അകത്തേക്ക് കയറി വരുന്നില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ ഒരു ഹുഡിനടിയിൽ അവർ നല്ല രീതിയിലുള്ള ഐസൊലേഷൻസും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ശാന്തമായിട്ടുള്ള ഒരു ക്യാബിൻ, ഒരു അന്തരീക്ഷം നമുക്ക് കിട്ടുന്നുണ്ടെന്നുള്ളതാണ്. സീറ്റിൻ്റെ പൊസിഷനൊക്കെ ആണെങ്കിൽ അടിപൊളിയാണ്. നല്ല സീറ്റ്സാണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞാൽ ബെനക്കോ കാലിക്കോയുടെ സീറ്റുകളും, അതുപോലെ നമുക്ക് ഫ്രണ്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 സീറ്റുകളും നമുക്ക് വെന്റിലേറ്റഡ് ആയിട്ട് വരുന്നതുകൊണ്ട് ചൂടുള്ള അന്തരീക്ഷത്തിലൊക്കെ ആണെങ്കിലും നല്ല രീതിയിലാണ് പോകുന്നത്. നല്ലൊരു റിഫൈൻഡ് ആയിട്ടുള്ളൊരു എഞ്ചിൻ തന്നെയായിട്ടാണ് ഫീൽ ചെയ്യുന്നത് പറഞ്ഞാൽ. നമുക്ക് നല്ല രീതിയിൽ സ്പീഡിൽ ഓടിക്കാനായിട്ടുള്ള റോഡുകളൊന്നും കിട്ടിയിട്ടില്ല. എങ്കിൽ പോലും നമുക്ക് നല്ല രീതിയിലൊരു പെർഫോമൻസ് നമുക്ക് ഈ റോഡിൽ തന്നെ പെട്ടെന്ന് തന്നെ ഗിയർ ഷിഫ്റ്റുകളൊന്നും അറിയുന്നില്ല, നല്ല രീതിയിൽ തന്നെ വാഹനം മുമ്പോട്ട് പോകുന്നുണ്ട്. ഈ ഒരു വാഹനത്തിൻ്റെ വിലയാണെങ്കിലും കാര്യമായിട്ടൊന്നും അവർ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഉടനെ തന്നെ വിലയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. ആ സമയത്ത് നമ്മളത് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം എന്താണെങ്കിലും ഈ ഒരു വാഹനം നമുക്ക് ഉടനെ തന്നെ ഷോറൂംസിൽ വരുന്നതാണ്. അപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനുള്ളവരൊക്കെ ആണെങ്കിലും ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കിക്കോ. അപ്പം പുതിയൊരു എഞ്ചിനാണ്. ഈ എഞ്ചിൻ നല്ല പെർഫോമിംഗ് ആയിട്ടുള്ള എഞ്ചിനാണ്. തീർച്ചയായിട്ടും കുറച്ച് സ്പോർട്ടി ആയിട്ടൊക്കെ ഓടിക്കാനായിട്ട് അടിപൊളിയായിട്ട് പറ്റുന്ന ഒരു എഞ്ചിനായിരിക്കും. അപ്പോൾ എന്താണ് ടെസ്റ്റ് ഡ്രൈവ്സ് എടുക്കുക. അപ്പം ഇതൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുപിട്ടാം. സോ ദിസ് ഇസ് റോബിൻ സൈനിങ് ഫ്രം റോബ് മൈ ഷോ.